കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പെൺകുട്ടികളെ, അതും പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത ഒരച്ഛനെ ഏൽപ്പിച്ചു പോകുന്ന ഒരമ്മ. കുട്ടികൾ കരയുന്നത് കേൾക്കാൻ കഴിയാതെ അവർ ഉറക്കഗുളിക പൊടിച്ച് പാലിൽ ഇട്ടുകൊടുത്ത് ഉറക്കിയ അച്ഛൻ. ഇപ്പോൾ ജനിച്ച ആൺകുട്ടിയെ മാത്രം സ്നേഹിക്കുന്ന അച്ഛൻ. ഒരു പെൺകുട്ടിയെ 10 ലക്ഷം രൂപയ്ക്ക് വിനയൻ വിറ്റതാണ്. അത് പ്രേക്ഷകർക്കും രഘുവിനും ദാസാറിനും മാത്രമേ അറിയൂ. അറിയേണ്ടവരെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ചിലങ്ക എന്ന കഥാപാത്രം അഭിനയിക്കുന്ന നടിക്ക് മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കാണും. ഉടനെ തന്നെ യഥാർത്ഥ സ്വർണമാണെന്ന് പറഞ്ഞ് മാറ്റുകുറഞ്ഞ സ്വർണം കൊടുത്ത് മറ്റു സ്വത്തുക്കളൊന്നും കൊടുക്കാതെ ഇവിടെ നിന്നും ചതിച്ചുപോയ കുഞ്ഞമ്മയോട് ചീരു ഒരു ജോലിക്ക് സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്നു. എന്നിട്ട് അവരുടെ കൂടെ സിംഗപ്പൂരിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. ഇവരെയൊക്കെ വിശ്വസിച്ചാണോ ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ച് പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു നടി പോയാൽ മറ്റൊരാളെ കൊണ്ട് അഭിനയിപ്പിക്കണം. വിനയൻ ബിഗ് ബോസിൽ പോയപ്പോൾ വിനയനെ ഗൾഫിലേക്ക് അയച്ചു. ഗൾഫിൽ ജോലിക്ക് പോയി ജയിലിൽ കിടന്ന മരുമകനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു അനന്തൻ മാഷ്. മകളെ കല്യാണം കഴിച്ച അന്നു മുതൽ കണ്ണീര് മാത്രം കൊടുക്കുന്ന ഒരു മരുമകനെയാണ് ഈ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നോർക്കണം. അങ്ങനെ ഒരു കഥ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ചെറിയമ്മയുടെ കൂടെ സിംഗപ്പൂരിൽ പോകാമായിരുന്നു. പിന്നെന്തിനാണ് ഈ വിനയനെ വീണ്ടും അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നതായി കാണിച്ചത്? സീരിയൽ നീട്ടിക്കൊണ്ടുപോയി കഥ എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമെന്ന നിലയിലേക്കെത്തി. സത്യന്റെ ഭാര്യ പ്രതിഭ, സച്ചി സാർ കുടുംബം, ദയ, ശബരി, ഇവരുടെ കുടുംബം, ഇവരെ കുറിച്ചൊന്നും ഇപ്പോൾ യാതൊരു വിവരവുമില്ല. മദ്യപാനം 2 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി രഘുവും അമ്പിളിയും. എന്താവശ്യമുണ്ടായിട്ടാണ് ആ 2 കഥാപാത്രങ്ങളെ ഇതുപോലെ മോശമാക്കി കാണിച്ചത്? ഈ സീരിയൽ തുടങ്ങിയപ്പോൾ മുതൽ രഘുവും അമ്പിളിയും അനന്തൻ മാഷിന് ഒരു സഹായമായി ജീവിച്ച മകളും മരുമകനുമായിരുന്നു. 2-3 എപ്പിസോഡുകൾ കൊണ്ട് അവരെ പ്രേക്ഷകരിൽ വെറുപ്പുളവാക്കി തീർത്തു. ഇനി അവർ എത്ര നല്ലവരായാലും 2 ദിവസം മദ്യപിച്ചത് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഇന്ദ്രൻ എന്ന കഥാപാത്രം നായകനായിട്ട് കൂടി വളരെ മോശമായിട്ടാണ് പലപ്പോഴും ഈ സീരിയലിൽ കാണിച്ചിട്ടുള്ളത്. നായക കഥാപാത്രമായി അഭിനയിക്കുന്ന ഒരാൾ മറ്റൊരു സ്ത്രീയുമായി അവിഹിതത്തിന് പോകുന്നു. ഇതൊക്കെ കാണിച്ചിട്ട് അയാൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെയാണ് രഘുവിന്റെയും അമ്പിളിയുടെയും കഥാപാത്രങ്ങളെ മദ്യപാനികളാക്കി കാണിച്ചത്. സുശീലയെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ്? വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് പോലും ഇന്നത്തെ കാലത്ത് ആരും പഴങ്കഞ്ഞി കൊടുക്കില്ല. കൊടുത്താലും കുടിക്കില്ല. ആ സമയത്താണ് സ്വന്തം ഭർത്താവിന് പട്ടി പോലും കുടിക്കാത്ത പഴങ്കഞ്ഞി കൊടുക്കുന്നത്. അനുപമ സുശീല കാണാതെ വാങ്ങിക്കൊടുക്കുന്ന മരുന്ന് മാറ്റിവെക്കുന്നു, ഷർട്ട് വെട്ടിവെക്കുന്നു. എന്നിട്ട് ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന മക്കളുടെ പഴയ ഷർട്ടുകൾ ഭർത്താവിന് കൊടുക്കുന്നു. ഇതൊക്കെ സഹിച്ച് സുശീലയുടെ കൂടെ കഴിയുന്ന ശേഖരന് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാകും ഇതിലും ഭേദം. ഇതിന് ശേഷം വന്ന എത്രയോ സീരിയലുകൾ നല്ല രീതിയിൽ അവസാനിപ്പിച്ചു പോയി. എന്നിട്ടും ഈ സുശീലയെ നാട്ടുകാരെ കൊണ്ട് തല്ലുകൊള്ളിക്കാതെ അവർ കുറച്ചെങ്കിലും നല്ല സ്വഭാവക്കാരിയായി മാറിയെന്ന് സീരിയലിൽ കാണിച്ചുകൊണ്ട് നിർത്തിക്കൂടെ? ആകെ കൂടി സുശീലയുടെ താണ്ഡവമാക്കി മാറ്റി സീരിയൽ. സുശീലയ്ക്ക് താണ്ഡവമാടാൻ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു കൊടുത്തു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.